അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ IPL കലാശപ്പോര് അവസാനത്തോടടുത്തു. മത്സരം ഏറെക്കുറെ RCBയുടെ കയ്യിലേക്കെന്ന് തീരുമാനമായതോടെ TV ക്യാമറകൾ ബൗണ്ടറിക്കരികെ നിൽക്കുന്ന ഒരാളുടെ മുഖത്തേക്ക് സൂം ചെയ്തു. ടീഷർട്ടും ഓവർകോട്ടുമിട്ട് ഒരാൾ ആൾക്കൂട്ടത്തിൽ ഒരാളായി നിൽക്കുന്നു. അയാളുടെ മുഖം TV സ്ക്രീനിൽ തെളിഞ്ഞതും ഗാലറിയിൽ നിന്നും അലകടൽ പോലെ ഒരു ഇരമ്പലുയർന്നു. ഒരു കാലത്ത് ഗാലറിയിൽ പകമ്പരം തീർത്തിരുന്ന ആ ചാൻഡുകൾ വീണ്ടും ഉച്ചത്തിൽ അലയടിച്ചു. വിരാട് ബൗണ്ടറിക്കരികെ നിന്നും അയാളോട് സംസാരിച്ചു. വിജയം ഉറപ്പായപ്പോൾ അയാളെ നോക്കി ചിരിച്ചു. മത്സരശേഷം നിറകണ്ണുകളുമായി ഇരുവരും മൈതാനത്ത് വാരിപ്പുണർന്നു. കിരീടത്തോട് ചേർത്ത് നിർത്തി ചിത്രമെടുത്തു. ഡ്രസ്സിംഗ് റൂമിലെ ആഘോഷങ്ങൾക്കിടയിലൂടെ RCB ജേഴ്സി അണിയിച്ച് തോളിൽ കൈയിട്ട് ആനയിച്ചു. കാത്തു വന്നണഞ്ഞ ഈ സുന്ദര നിമിഷത്തിന് മധുരം പകരാൻ ബംഗളൂരു നഗരമൊരുങ്ങുമ്പോൾ ആരവങ്ങളിൽ അയാളുമുണ്ടാകും. എബ്രഹാം ബെഞ്ചമിൻ ഡിവില്ലേഴ്സ് എന്ന ABD എന്തുകൊണ്ടാണ് ബംഗളൂരു ആരാധകർക്കും ക്രിക്കറ്റ് പ്രേമികൾക്കും ഇത്രയും പ്രിയങ്കരനാകുന്നത്? ആ കഥയിൽ നഷ്ടങ്ങളുടെ വേദനയും അപൂർവ സൗഹൃദത്തിൻ്റെ മധുരവും പുരണ്ടിട്ടുണ്ട്. വിരാട് കോഹ്ലിയും ABD ഡിവില്ലേഴ്സും കളിശൈലിയിലും ക്യാരക്ടറിലുമെല്ലാം ഇരുവരും തമ്മിൽ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്. വികാര വിക്ഷോഭങ്ങളും ക്ഷുഭിത യൗവനവും ചേർന്നതായിരുന്നു കോഹ്ലി സ്റ്റൈലെങ്കിൽ ABD ക്രിക്കറ്റിൻ്റെ ജെന്റിൽമെൻ ഗെയിം എന്ന പേരിന് അധികം കോട്ടങ്ങൾ സൃഷ്ടിക്കാത്തവനായിരുന്നു. കോഹ്ലിക്ക് മുമ്പേ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയവനായിരുന്നു ABD. പക്ഷേ ഇരുവരും തങ്ങളുടെ കരിയറിൻ്റെ പ്രൈം ടൈമുകൾ ഒരുമിച്ചാണ് പങ്കിട്ടത്. വിരാട് ഏകദിന ക്രിക്കറ്റിൻ്റെ സകല കൊടുമുടികളും വെട്ടിപ്പിടിക്കുമ്പോൾ അപ്പുറത്ത് പ്രോട്ടിയാസ് കുപ്പായത്തിൽ ഡിവില്ലേഴ്സ് ക്രീസിനെ ഒരു ഡാൻസിംഗ് ഫ്ലോറാക്കി. ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തിനായി ഇരുവരും തമ്മിൽ കനത്ത പോരാട്ടമായിരുന്നു നടന്നത്. രണ്ടുപേരും ഒന്നാം റാങ്കിൻ്റെ സിംഹാസനം മാറി മാറി പങ്കിട്ടു. 2010-ലും 2014-ലും 2015-ലും ABD ICCയുടെ ഏകദിന ക്രിക്കറ്ററായി. 2012-ലും 2017-ലും 2018-ലും പുരസ്കാരങ്ങൾ നേടി കോഹ്ലി ABDക്ക് ചെക്ക് വെച്ചു. പക്ഷേ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മികച്ചവരിൽ മികച്ചവനാകാനുള്ള പോര് നടക്കുമ്പോഴും IPL രാവുകളിൽ അവർ ഒരു മനമായും ഒരു മനസ്സായും ബംഗളൂരുവിനായി കളത്തിലിറങ്ങി. ക്രീസിലും വിക്കറ്റിനിടയിലെ ഓട്ടത്തിലുമെല്ലാം ഇരുവരും തമ്മിലുള്ളത് അസാമാന്യ റാപ്പോയായിരുന്നു. IPLലെ ഏറ്റവും ഉയർന്ന 2 പാർട്ണർഷിപ്പുകളും ആ സഖ്യത്തിൻ്റെ പേരുകളിൽ തിളങ്ങി നിൽക്കുന്നു. 3123 റൺസാണ് ആ കൂട്ടുകെട്ടിൽ നിന്നും വിരിഞ്ഞത്. ഇതും ഒരു റെക്കോർഡാണ്. ക്രീസിലെ സുന്ദരമായ 360 ഡിഗ്രി ഷോട്ടുകളിലൂടെയും അതിനേക്കാൾ മനോഹരമായ ക്യാരക്ടറിലൂടെയും ABD ഇന്ത്യയിൽ പോലും ഐക്കണായി മാറി. ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക കളിക്കുമ്പോൾ പോലും അയാൾക്കായി ചാൻഡുകൾ ഉയർന്നു. ബംഗളൂരു നഗരത്തിൽ ABDയുടെ പേരിൽ ഒരു റോഡ് പോലും ഉണ്ടായി. 2016-ൽ ഗുജറാത്ത് ലയൺസിനെതിരെ ഇരുവരും തമ്മിൽ 229 റൺസിൻ്റെ പടുകൂറ്റൻ കൂട്ടുകെട്ടുയർത്തിയതിന് പിന്നാലെ ഇംഗ്ലീഷ് ക്രിക്കറ്റ് താരം ജോസ് ബട്ട്ലർ ട്വീറ്റ് ചെയ്തതിങ്ങനെ: ഇത് റൊണാൾഡോയും മെസ്സിയും ഒരു ടീമിൽ കളിക്കുന്ന പോലെയാണ്. സ്പാനിഷ് മൈതാനങ്ങളിൽ മെസ്സി റോണോ പോരുകൾ അരങ്ങു തകർത്ത കാലത്തായിരുന്നു ബട്ട്ലറുടെ ഈ ട്വീറ്റ്. അക്ഷരാർത്ഥത്തിൽ അത് ശരിയുമായിരുന്നു. പക്ഷേ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ABD ധരിച്ചത് കണ്ണീർ കഥകളുടെ ഉപ്പുപുരണ്ട ദക്ഷിണാഫ്രിക്കൻ കുപ്പായമായിരുന്നു. ഒടുവിൽ ഒരു കിരീടം നൽകാനായില്ലെന്ന പേരുദോഷവുമായി 2018-ൽ ABDയും ദക്ഷിണാഫ്രിക്കയുടെ കുപ്പായമൂരി. 2021-ൽ കിരീടമില്ലെന്ന വേദന ബാക്കിയാക്കി RCBയോടും ബൈ പറഞ്ഞു. തിമിർത്തു കളിച്ചിട്ടും ക്രീസിൽ ഒരു കോമ്പസിനെ പോലെ സകല ദിക്കിലേക്കും പന്ത് വായിച്ചിട്ടും ഒരു കിരീടം പോലുമില്ലാതെ ആ കരിയർ അവസാനിച്ചു. പക്ഷേ കോഹ്ലിയും ABDയും തമ്മിലുള്ള സൗഹൃദം ബൗണ്ടറിക്കപ്പുറത്തേക്കും പടർന്നിരുന്നു. യാത്രകളിൽ ഇരുവരും പങ്കാളികളായി. ABDയുടെ ഷോട്ടുകൾ പോലും കോഹ്ലി കടം കൊണ്ടു. മറ്റൊരമ്മക്ക് പിറന്ന സഹോദരൻ എന്നാണ് കോഹ്ലി ABDയെ വിളിച്ചത്. ആ കോഹ്ലി തൻ്റെ സ്വപ്ന സാഫല്യത്തിനായി IPL കലാശപ്പോരിനിറങ്ങുമ്പോൾ അതിന് സാക്ഷിയാകാൻ താനുമുണ്ടാകുമെന്ന് ABD നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഒരു കാൽപ്പനിക നീതി പോലെ വൈകിയെത്തിയ വസന്തം പോലെ RCB കിരീടമുയർത്തുമ്പോൾ ABDയും അതിന് സാക്ഷിയാകാനെത്തി. വിരാടും ആരാധകരും ഏറ്റവും മനോഹരമായി തന്നെ അയാളെ പരിഗണിച്ചു. മോശം കാലത്ത് കൂടെ നിന്ന സുഹൃത്തുക്കളെ നല്ല കാലത്തും മറക്കാതിരിക്കുക, സുഹൃത്തുക്കളായി തന്നെ പരസ്പരം മത്സരിക്കുക എന്നീ 2 വലിയ പാഠങ്ങൾ കൂടി ഈ ഇതിഹാസങ്ങൾ പകരുന്നുണ്ട്.